ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിനെ നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മനസ്സ് മാക്സിമം റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബെഡ്റൂമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുള്ളൂ എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഒരു ബോഡി വാം അപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആ ഒരു പ്രക്രിയയിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, നിങ്ങളുടെ മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം സ്ഥിരമായിട്ട് വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ സമയക്കുറവ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രോസ്ട്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ഒരാൾക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയക്കുറവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു പരിധി വരെ ഈ ഒരു സമയക്കുറവിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പോൺ അഡിക്ഷനാണ് അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ അഡിക്ഷനാണ്. ലൈംഗിക ശേഷി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട 3 ടെക്നിക്കുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ശുക്ലം പോവാതെ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ ബന്ധപ്പെടണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരെ നിങ്ങൾക്ക് ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കണം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തുകൊണ്ടാണ് ആക്ച്വലി ഇത് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സെറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. പലപ്പോഴായിട്ട് നമ്മൾ ബെഡ്റൂമിൽ കയറുന്നതിന് മുന്നേ നമ്മളെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ? കുറേ അന്ന് നടന്ന കാര്യങ്ങളുണ്ടാവും, കുറേ ചിലപ്പോൾ ടെൻഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ വർക്ക് ടെൻഷൻസ് ഉണ്ടാവും, ഓഫീസിൽ എന്തെങ്കിലും ഉണ്ടായതുണ്ടാവും, വേറെ ആരോടെങ്കിലും സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ ട്രിഗർ ചെയ്ത് നിൽക്കുന്നതുണ്ടാവും, വീട്ടിൽ തന്നെ ഉണ്ടായ ഇഷ്യൂസ് ഉണ്ടാവും, വൈഫിനോടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, മക്കൾ കാരണം ഉണ്ടായ ഇഷ്യൂസ് ഉണ്ടാവും. ഇങ്ങനെ പല പല ചിന്തകളാലാണ് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള വയ്യായികൾ ഉണ്ടാവും. ഈ ശരീരവും മനസ്സും തമ്മിൽ തന്നെ കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ശരീരം കൊണ്ട് നിങ്ങൾക്ക് വയ്യായികൾ ഉള്ളതുകൊണ്ട് തന്നെ മാനസികമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിനെ തന്നെ സജ്ജമാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ബോഡിനെ നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലിപ്പോൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യാനുള്ളത്? ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നൊക്കെ പലരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് മൈൻഡ് റിലാക്സിങ് ആണ്. നിങ്ങളുടെ മനസ്സ് മാക്സിമം റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബെഡ്റൂമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുള്ളൂ എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളത് ചെയ്യേണ്ടത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിട്ടല്ല, നിങ്ങളുടെ സ്റ്റഡി റൂമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ടൈമുണ്ട്. ആ ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം, പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് ഇവിടെ ഇറക്കി വെക്കണം. ഒന്നെങ്കിൽ നിങ്ങളുടെ വൈഫിനോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ. അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡയറി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ടുള്ള എഫർമേഷൻസ് നിങ്ങളോട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കാം. അത് നിങ്ങൾക്ക് സ്വന്തം സംസാരിക്കാം, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം നിങ്ങളുടെ കോൺഫിഡൻസിനെയും നിങ്ങളുടെ മൈൻഡിലുള്ള ഹാപ്പിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പല രീതിയിലുള്ള നല്ല ഹോർമോൺസിനെ ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു കാം സ്റ്റേറ്റ് കൊണ്ടുവരും. നിങ്ങൾ മെൻ്റലി കാം ആണെങ്കിൽ ഒബ്വിയസ്ലി ബാക്കിയുള്ള മസിൽസ് കാമാവും. ഇതിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മസിൽസ് എപ്പോഴും ഹാഫ് ഫ്ലെക്സ്ഡ് പൊസിഷനിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഈ ഹാഫ് ഫ്ലെക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, നിങ്ങൾ നല്ല രീതിയിൽ ബന്ധപ്പെട്ട് ആ ഒരു രതിമൂർച്ചയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാ മസിൽസും ഇങ്ങനെ ടൈറ്റൻ ചെയ്തൊരവസ്ഥയിലാണ് ഉണ്ടാവുക അല്ലേ? ആ ടൈറ്റൻ ചെയ്യുന്നതോട് കൂടിയാണ് ഈ റിലീസ് നടക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി എപ്പോഴും പകുതി ടൈറ്റൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പം പെട്ടെന്ന് പോകാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഉദ്ധാരണം നഷ്ടപ്പെടാനൊക്കെ ഉള്ള ചാൻസസ് അവിടെ വളരെ കൂടുതലാണ്. ഓവറായിട്ട് സ്ട്രെസ്ഡ് ആകുമ്പോൾ കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൂടും, പല രീതിയിലുള്ള നീർക്കെട്ടുകൾ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവിലേക്ക് അത് നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ
നിങ്ങളുടെ അന്നത്തെ ഭാരം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇറക്കി വെക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ മറ്റൊന്നാണ് ബോഡി വാമപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ബോഡിനെ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ പറയുന്ന കുളി നിർബന്ധമാണ്. നല്ല രീതിയിൽ മണക്കുക എന്നുള്ളത്, അതായത് സ്മെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇതിന് രണ്ടിനെ മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചെറിയ ലൈറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ ലൈറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാണ്. ഇത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലിംഗത്തിലേക്കുള്ള സർക്കുലേഷൻ ഇത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഈ രീതിയിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉദ്ധാരണം ലഭിക്കാനും അത് നിലനിൽക്കാനും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു ബോഡി വാമപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ചെറിയ ചൂട് വെള്ളത്തിൽ നിങ്ങളൊന്ന് കുളിച്ച് നിങ്ങളുടെ മൈൻഡും ബോഡിയും റിലാക്സ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് സ്മെല്ല് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബോഡി റെഡിയാവും. അപ്പോൾ എപ്പോഴും ബോഡി വാമപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ് ഇമോഷണൽ കണക്ഷൻ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. ഒരു ഫോർ പ്ലേ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാണ്ട് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് അവിടെ സെക്സിലേക്ക് ഏർപ്പെടുക എന്നുള്ളത്, ബന്ധപ്പെടാൻ ഏർപ്പെടുക എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലൊന്നും ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പിന്നെ ഇതിൽ മടുപ്പ് വരാനും അതേപോലെ താല്പര്യക്കുറവ് വരാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. പലപ്പോഴും സ്ത്രീകളുടെ കേസിലാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി കണക്ഷൻ അല്ലാത്തൊരാളോട് അവർക്ക് ഫിസിക്കൽ ഇൻറ്റിമസി ഫീൽ ചെയ്യില്ല. അതായത് ഇമോഷണലി കണക്റ്റഡ് ആയി ഇമോഷണലി ഇൻറ്റിമേറ്റ് ആകുമ്പോഴേ ഫിസിക്കൽ ഇൻറ്റിമസി അവിടെ കൂടുകയുള്ളൂ. ആ ഇമോഷണൽ ഇൻറ്റിമസി അവിടെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ പല സ്ത്രീകളും പരാതിപ്പെടുന്ന ഒരു കേസാണ്, എനിക്കവിടെ ഭയങ്കര ഡ്രൈനെസ് ആണ് ഡോക്ടറെ, എനിക്ക് ഡ്രൈനെസ് കാരണം പൊട്ടാറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻഫുൾ ആവുന്നത് കൊണ്ട് തന്നെ സെക്സ് എന്ന് പറയുന്നതേ എനിക്ക് പേടിയാണ്, ഒരു താല്പര്യമില്ല, അത് അത്രയും അസഹനീയമായിട്ടും അത്രയും വേദനാജനകമായിട്ടുള്ളൊരു പ്രക്രിയയാണ്, അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യാത്തൊരു കാര്യത്തിന് ഞാൻ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത്, എനിക്ക് അതിനോടൊരു താല്പര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് പേഷ്യൻസ് നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബേസിക്കായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പല വഴക്കുകൾ കഴിഞ്ഞ് അത് തീർക്കാണ്ട് നിങ്ങൾ ഡയറക്റ്റ് സെക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഏറ്റവും ക്രൂരതയാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർ ഇമോഷണൽ കണക്ഷൻ അവിടെ ഫീൽ ചെയ്യാതെ സ്വാഭാവികമായിട്ടും ഡ്രൈനെസ് ഉണ്ടാവും, വേദന ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ മെൻ്റലി അവിടെ തകർന്നു പോകുന്നുണ്ടാവും. അപ്പം ഇമോഷണൽ ഇൻറ്റിമസി അവിടെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കണക്ഷൻ അവിടെ വെക്കുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആ ഒരു പ്രക്രിയയിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ പാർട്ട്ണർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ചില കേസുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറിന് അത് പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ഞാൻ പെട്ടെന്ന് ബന്ധപ്പെടുന്നതാണ് ഇഷ്ടം, പക്ഷേ പെട്ടെന്ന് ബന്ധപ്പെടുമ്പം എനിക്ക് പെട്ടെന്ന് ശുക്ലം പോകുന്ന പ്രശ്നം വരാറുണ്ട്, അതുകൊണ്ട് തന്നെ അവൾക്ക് തൃപ്തിപ്പെടാറില്ല, അത് കാരണം ഞങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള ഇമോഷണൽ ഇഷ്യൂസും ഫിസിക്കൽ ഇഷ്യൂസും വരാറുണ്ട്, പിന്നെ പറയുന്നതിനും തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ പരാതിയാണ്, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി മാറാറുണ്ട് എന്ന് പറയാറുണ്ട്. സോ എപ്പോഴും നിങ്ങൾ തമ്മിലുള്ളൊരു ധാരണ വരണം. ഓക്കെ, എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പ്രഷർ ചെയ്യുമ്പം അവർ പെട്ടെന്ന് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, അവർക്ക് ഇങ്ങനൊരു ഇഷ്യൂ വരാനുണ്ട്, ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു സംഭവം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരണം. ഇപ്പോൾ ഈ പെട്ടെന്ന് ശുക്ലം പോവുക എന്ന് പറയുമ്പം ഇത് മാത്രമല്ല കേട്ടോ കാരണം, ഇതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ബേസിക്കായിട്ട് നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു 30 to 40 ഇയേഴ്സിലാണെന്നുണ്ടെങ്കിൽ അവരുടെ മൂത്രം റിലേറ്റഡ് ആയിട്ടാണ് ഇത് പലപ്പോഴും കണ്ടുവരാറുള്ളത്. അതായത് ഇപ്പം കൂടെ മൂത്രം ഒഴിക്കാൻ മുട്ടുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് പോയില്ല എന്ന് തോന്നുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രച്ചൂട് വരിക, ഇത്തരം രീതിയിൽ UTI അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഞങ്ങളുടെ മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം സ്ഥിരമായിട്ട് വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ സമയക്കുറവ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രോസ്ട്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ഒരാൾക്ക് ഈ ഒരു സമയക്കുറവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അത് ഭയങ്കര വിഗറസ് ആയിട്ടാണ് ഭയങ്കര അഗ്രസീവായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ സെൻസിറ്റിവിറ്റി കൂടും. അതായത് നിങ്ങളുടെ കൈയിൻ്റെ സെൻസിറ്റിവിറ്റി അല്ല ഒരു സ്ത്രീയുടെ യോനിയുടെ അകത്ത് ഉണ്ടാകുന്ന ആ ഒരു മസിലിനുണ്ടാകുന്ന സെൻസിറ്റിവിറ്റി, അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും,
ആ ഭാഗം തട്ടുന്നോടുകൂടെ ഇത് പെട്ടെന്ന് അങ്ങ് പോയി എന്നാണ് പലരും പറയാറുള്ളത്. കാരണം അത്രയും സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലിംഗം നിങ്ങൾ ഓവർ യൂസ് ചെയ്ത് ഓവർ അബ്യൂസ് ചെയ്തിട്ട് ആക്ച്വലി സെൻസിറ്റീവ് ആക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രവേശിച്ച പാടെ തന്നെ എൻ്റെ ശുക്ലം പോയി എന്ന അവസ്ഥ വരാറുണ്ട്. അതേപോലെ മറ്റൊരവസ്ഥയാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. ഒരിക്കലും സ്വയംഭോഗം നിങ്ങൾ ഫസ്റ്റ് ചെയ്ത സ്പീഡിലായിരിക്കില്ല സെക്കൻഡ് ചെയ്യുക, സെക്കൻഡ് ചെയ്ത സ്പീഡിലായിരിക്കില്ല തേർഡ് ചെയ്യുക, നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ ആയിരിക്കില്ല സെക്കൻഡ് കാണുക, അല്ലെങ്കിൽ ആദ്യം കണ്ട വീഡിയോ വീണ്ടും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ സെൻഷ്വാലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ കൂടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ തപ്പിപ്പോവുക എന്നുള്ളത് ഒരു ഹോബിയായി മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളൊരു പാർട്ട്ണറുമായിട്ട് ചെയ്യുമ്പം ഉണ്ടാകുന്ന വിഗറോ സ്പീഡോ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ്സോ ആയിരിക്കില്ല നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ. അതിൽ നല്ല മാറ്റങ്ങൾ വരാറുണ്ട്. പലപ്പോഴും പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആകാറുണ്ട്. ഓവർ എക്സൈറ്റഡ് ആകുമ്പോഴും ഇത് പെട്ടെന്ന് പോകണം എന്നുള്ളത് നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അവിടെ ട്രെയിൻ ചെയ്യുകയാണ്, നിങ്ങളുടെ ബോഡിനെ, നിങ്ങളുടെ ബ്രെയിനിനെ. സ്വാഭാവികമായിട്ടും നിങ്ങളെ പാർട്ട്ണറുമായിട്ട് ചെയ്യുമ്പോൾ പിന്നീട് ഇത് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ചില ആളുകളുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് അന്ന് മുതലേ എനിക്ക് ഈ ഒരു സമയക്കുറവുണ്ട് എന്ന് പറയാറുണ്ട്. ഒരു പരിധി വരെ ഈ ഒരു സമയക്കുറവിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പോൺ അഡിക്ഷനാണ്, അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ അഡിക്ഷനാണ്. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ചില കേസുകളിൽ വൈഫിന് താല്പര്യം തീരെ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പോകണം, എൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ എനിക്ക് പെട്ടെന്ന് ഇത് തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് താല്പര്യമില്ല, അവളെ ഒരുപാട് നേരം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പെട്ടെന്ന് പോകണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്റ്റർബേഷൻ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം, ഇതിനെ റീട്രെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ചില കേസുകളിൽ നമുക്ക് ഇതിന് മെഡിക്കേഷൻ തന്നെ വേണ്ടി വരാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റി കേസ് പറയുന്നത്, അതേപോലെ സെൻഷ്വാലിറ്റി കേസ് പറയുന്നത്, ഓവറായിട്ട് പോൺ അഡിക്ഷൻ, മാസ്റ്റർബേഷൻ അഡിക്ഷനൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ചില കേസിൽ തെറാപ്പി മാത്രം കൊണ്ട് അവർക്ക് മാറ്റം വരില്ല, മെഡിക്കേഷൻ വേണ്ടി വരാറുണ്ട്. അതിലൂടെ നമുക്ക് മാറ്റം കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ ഒരു പെട്ടെന്ന് പോകാനുള്ള ഒരു കാരണം എന്നുള്ളത്. അതേപോലെ മറ്റൊരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ഈ ഒരു പെട്ടെന്ന് പോകുന്ന ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇതിനെ റീട്രെയിൻ ചെയ്യണം എന്നുള്ളത്. റീട്രെയിനിങ് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് അതിനോട് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് ഒരേ പൊസിഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൊസിഷൻസ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ നീ മേലെ കിടക്കുന്നൊരു പൊസിഷൻ വരേണ്ടി വരും. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് പറയുക. അതേപോലെ റീട്രെയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവും, എൻ്റെ ബോഡി എനിക്കിപ്പോൾ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്, എൻ്റെ ബോഡി എല്ലാം ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്, എല്ലാ മസിൽസും ടൈറ്റ്നെസ് കൂടുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വലിക്കുക, നിങ്ങൾ ലിംഗം പുറത്തേക്ക് വലിക്കുക, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. അതേ സ്പീഡിൽ തന്നെ ഒരു 3 seconds നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക, അതേ സ്പീഡിൽ തന്നെ തിരിച്ച് എൻ്റർ ചെയ്യുക, വീണ്ടും പുറത്ത് വലിക്കുക. ഒരു ചില കേസുകളിൽ 30 സെക്കൻഡ് വരെ ചിലപ്പോൾ ആവശ്യം വരാറുണ്ട്. ആ ടൈമിൽ നിങ്ങൾ ഫോർപ്ലേയിൽ ഇടപെടുക. അതായത് ഇതിങ്ങനെ കാത്തു നിൽക്കുക എന്നുള്ളതല്ല, ഫോർപ്ലേ ചെയ്യുക, വീണ്ടും എൻ്റർ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കിളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം കൂടി വരും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിനിനെ നിങ്ങൾ ട്രെയിൻ ചെയ്തതിന് റീട്രെയിൻ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സമയം കൂടുതൽ കിട്ടുന്നൊരവസ്ഥയിലേക്ക് മാറും. ഇതേപോലെ തന്നെയാണ് ചില കേസുകളിൽ വലിച്ചുകൊണ്ട് കാര്യമില്ല, അവരെ സ്ക്വീസ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ടൈം കിട്ടാറുണ്ട്. അതേപോലെ തന്നെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ കീഗൽസ് എക്സസൈസ് എന്നുള്ളത് വളരെ നിർബന്ധമാണ്. പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് കീഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത് ഇന്ന പൊസിഷനിൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ടൈം മാറ്റി വെക്കണം എന്നുള്ളതൊക്കെ. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. നിങ്ങൾ ഇപ്പം എന്നെ കാണുന്ന ടൈമിൽ പോലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കീഗൽസ് എക്സസൈസ് ചെയ്യാം. നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, നിൽക്കുകയാണെങ്കിൽ ചെയ്യാം, കിടക്കുകയാണെങ്കിൽ ചെയ്യാം, നടന്നുകൊണ്ട് ചെയ്യാം. ഇതിന് ഇന്ന പെർട്ടിക്കുലർ ടൈം വേണം എന്നൊന്നുമില്ല. ഇതിലാകെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾ അതിലേക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ മൂത്രം ഒഴിക്കേണ്ട എന്ന് മനസ്സിൽ പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, അതായത് നിങ്ങൾ അവിടെ ഒരു മസിലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കും, അല്ലേ? മനസ്സുകൊണ്ട് ഒരു മസിലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ,
നിങ്ങളോട് വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മസിലാണ്, എങ്ങനെയാണ് അത് ചെയ്യുക? നിങ്ങൾ ആ ഒരു മസിൽസിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കും, നിങ്ങളുടെ ബ്രീത്തിങ്ങിനൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും അല്ലേ? ഈ കൺട്രോൾ ചെയ്യുന്ന ടൈമിൽ എന്താണോ, അതായത് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു പ്രക്രിയയാണ് നിങ്ങൾ മൂത്രം ഒഴിക്കണ്ട എന്നുള്ളത് ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലാക്കുക, ഇതല്ല എക്സസൈസ്. ഇതെന്താണെന്ന് മനസ്സിലാക്കുക, കംപ്ലീറ്റ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്ന് നിങ്ങൾ ഏത് പൊസിഷനിലാണോ, നിൽക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ ഒരു മസിലിന് ഉള്ളിലേക്ക്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായ ആ മസിലിന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക, 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, വീണ്ടും വലിച്ചു പിടിക്കുക, 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളൊരു 30 തവണ ചെയ്യുക. 30 തവണ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 10 തവണ റിപ്പീറ്റ് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, വീണ്ടും 10 തവണ റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും ബ്രേക്ക് എടുക്കുക, വീണ്ടും 10 തവണ ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 30 തവണ നിങ്ങൾ ഓക്കെ ആയിട്ടാണ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, വേദനയില്ല, ബുദ്ധിമുട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ ദിവസം മുതൽ നിങ്ങൾ അതിന് 5 സെക്കൻഡ് ആക്കി കൂട്ടുക. 5 സെക്കൻഡ് ഉള്ളത് 10 സെക്കൻഡ് ആക്കുക, 15 സെക്കൻഡ്, അങ്ങനെ ടൈം കൂട്ടിക്കൊണ്ടുവരിക. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂത്രം കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ളൊരു സ്ട്രെങ്ത് ആണ് ഈ ഒരു മസിൽ നിങ്ങൾക്ക് ശുക്ലം കൺട്രോൾ ചെയ്യാൻ തരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് പോകുന്ന ആ ഒരു റീവയറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, റീട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഒരു മസിലിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയക്കുറവിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോബിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.